ഹായ് ഗൈസ്, ഇന്ന് നമ്മള് ഇവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ഒരു യോഗം കൂടുവാണ്. യോഗത്തിന്റെ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് ലഭിച്ചത് നമ്മുടെ ഗോപിക ചേച്ചിക്കാണ്. ചേച്ചി അനുമോദിക്കുന്നതിനായിട്ട് നമ്മൾ ഇന്നൊരു യോഗം, നമ്മളെ കുടുംബക്കാർ മാത്രം, യോഗം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ മീറ്റിംഗ് അല്ല, നമ്മൾ മാത്രം. അപ്പം അഞ്ചേച്ചി മിസ്റ്ററിനും ഇവിടെ ഉണ്ട്. ഇന്നിവിടെ വെച്ച് നമുക്കിത് നടത്താൻ ഓർത്തു. എന്തെങ്കിലും പറയണ്ട പക്ഷി? ഇന്ന് നമ്മളിവിടെ ഒരു വിരുന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോക്ടറേറ്റ് കിട്ടിയ ഗോപികയ്ക്കും SLC പാസ്സായ കണ്ണനും ആമിക്കുട്ടിയുടെ പിറന്നാളിനും വേണ്ടിയിട്ട് ഗോപിക ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു മൊമെന്റോ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൊന്നാടയും കൂടി അണിയിക്കുന്നുണ്ട്. അപ്പൊ അത് കാണാതെ നമ്മൾ ഈ റൂമിൽ വെച്ചേക്കാണ്. പിന്നെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് ദിവ്യ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ മുത്തശ്ശി ക്ഷണിക്കുന്നു. മുത്തശ്ശി 2 വാക്ക്. നമ്മുടെ രാജീയ കുടുംബത്തിന് അഭിമാനമായി ഡോക്ടറേറ്റ് നേടിയ ഗോപിക ശ്രീദേവിന് എല്ലാ അനുമോദനങ്ങളും കൊടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനും യോഗത്തെ കുറിച്ച് സംസാരിക്കുന്നതിനുമായിട്ട് വേണുപ്പനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട അധ്യക്ഷയായ നമ്മുടെ അമ്മ, മറ്റ് കൂടിയിരിക്കുന്ന വിശിഷ്ടരായ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ, നമുക്കിന്നൊരു വിശിഷ്ടമായിട്ട് പുറത്തുനിന്നും കൂടി ഒരാളും കൊണ്ടുണ്ട്, അനീഷും കൂടി ഉണ്ട്. അങ്ങനെ നല്ലൊരു സദസ്സ് എന്ന് വേണേ പറയാം ഇതിനെ. ഈ സദസ്സ് ഉള്ളുകൊണ്ടും മനസ്സുകൊണ്ടും ആഗ്രഹിക്കുന്ന ആൾക്കാർ 2 പേര് മൺമറഞ്ഞു പോയി. അതായത് വല്യപ്പൻ, ചേട്ടൻ, അത്തമ്മ. ഇവരൊക്കെ മനസ്സുകൊണ്ട് പിള്ളേർ വലുതാകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. നമ്മുടെ പിള്ളേര് വലുതാകണം, നന്നായി പഠിക്കണം, നന്നായി മിടുക്കരാകണം എന്ന് ചിന്തിക്കുന്ന അവര് മുകളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവാം. എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിടാ? 7 വർഷം കഴിഞ്ഞു. 7 വർഷം, 8 വർഷമായി. അപ്പം 8 വർഷം കൊണ്ട് ഗോപിക നേടിയെടുത്ത ഈ നേട്ടം, അതായത് വേണേ പലർക്കും പറയായിരുന്നു പഠിക്കാൻ ചിലപ്പം കിട്ടുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ പക്ഷെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ചിലപ്പോൾ നന്നായി വരാനുള്ള ഒരു തുടക്കമായിരിക്കാം അത്. അപ്പൊ എന്തായാലും വളരെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അതായത് നിസ്സാരമായ കാര്യമല്ല ഡോക്ടറേറ്റ് അല്ലെങ്കിൽ PhD എന്ന് പറയുന്നത്. അതായത് വളരെയധികം അതിന്റെ പിന്നില് വളരെയധികം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. അത് ഇവിടുത്തെ മറ്റുള്ളവർക്കും കൂടി ഒരു ബാധകമാണ്, ഒരു പാത. ആ പാതയെ തുടർന്ന് നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ ഇനിയും വളർന്നു വരുന്ന തലമുറയിലെ ആൾക്കാർക്ക് അതൊരു പ്രചോദനമായി നല്ല രീതിയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വരാൻ ഗോപി ഒരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഈ നേട്ടം നേടിയെടുത്ത ഗോപിയയ്ക്ക് താനീൽ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പേരിലും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം പേരിലും ഒക്കെ ഉള്ള ആശംസകൾ അറിയിക്കുകയാണ്. എന്താണ് പറയുക എന്ന് എനിക്കിപ്പോഴും വാക്കുകൾ കിട്ടുന്നില്ല. എങ്കിലും നേടിയെടുത്ത ആ ഒരു സൗഭാഗ്യം അത് താനീൽ കുടുംബത്തിൽ ആദ്യമായിട്ടാണ്. ഈ വല്യപ്പനൊക്കെ പണ്ട് പറയുമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കണം, പക്ഷെ എന്നെ എഞ്ചിനീയർ ആക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ എൻ്റെ പിള്ളേർ 2 പേരും എഞ്ചിനീയറായി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അന്ന് പറയാൻ പറ്റുന്ന എഞ്ചിനീയറും ഡോക്ടറും ഒക്കെയാണ്. PhDയെ പറ്റി ഒന്നും വലുതായിട്ട് എല്ലാവർക്കും പറയാനില്ല, പക്ഷെ ഇപ്പം അതും ഒരു ഇതായി. അപ്പൊ അങ്ങനെ ഒരു നല്ല തുടക്കം നമ്മുടെ ഗോപിക ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്
എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. എൻ്റെ കർത്തവ്യം ഞാൻ മറന്നു. അതായത് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. സ്വാഗതം ആശംസിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒറ്റ വാക്കിൽ, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നമുക്ക് ദൂരത്തുനിന്ന് എത്തിയ ശ്രുതി വരെ, അപ്പം എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനും എൻ്റെ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കുടുംബയോഗത്തിൽ ഇന്ന് ആദ്യമായി ഡോക്ടറേറ്റ് നേടിയിരിക്കുന്ന ഗോപിക്ക് ഒരു ആശംസ, ഒരു സന്തോഷം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ യോഗത്തിൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം. തീർച്ചയായും നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഈ ആദരവിന് ഇതിന് വലിയൊരു പേര് തന്നെയായിരുന്നു ഒരുക്കേണ്ടിയിരുന്നത്. കുറഞ്ഞ സന്ദർഭത്തിൽ നമ്മളെ ഇതെങ്കിലും ഇന്ന് കുഞ്ഞിൻ്റെ പിറന്നാളും കൂടെ ആഘോഷിക്കുന്ന സന്തോഷകരമായ വേളയിൽ ഈ സന്തോഷം എല്ലാവരിലും പങ്കെടുക്കുന്നതിനും എല്ലാവരും പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ ഇമ്പമുള്ള കുടുംബത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടുന്നതിനുമുള്ള ദേവിയായി ഇതിനെ മാറ്റിക്കൊണ്ട് ഔപചാരികമായിട്ട് നമുക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഒരിക്കൽ കൂടി ഗോപിക്ക് അഭിനന്ദനങ്ങളും. അടുത്തതായിട്ട് മൊമെന്റോ സമർപ്പണമാണ്. അതിനായിട്ട് നമ്മുടെ മുത്തശ്ശിയെ ക്ഷണിക്കുന്നു. ആമി നോയിക്കേ, പൊതിച്ചോ? ആമി പൊതിച്ചോ? ചടങ്ങിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ കണ്ണൻ 10ാം ക്ലാസ് പാസ്സായതിന് ഒരു ചെറിയ ഉപഹാരം. On the screen I see my world unfold, from sandy beaches to mountains old, cooking magic in my humble home, DD Creations where we roam. അടുത്തതായിട്ട് ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് നമ്മുടെ മായമ്മയെ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ ഗോപിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു. പേരമ്മയെ ക്ഷണിച്ചോളൂ. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് നേടിയ ഗോപിക്ക് തുടർന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മുടെ ദേവി കൊടുക്കട്ടെ എന്ന് ആശംസിക്കും. അടുത്തതായിട്ട് എൻ്റെ അമ്മ ആശംസകൾ പറയുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡോക്ടറേറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ ഒത്തിരി പ്രയത്നമുണ്ട്. അപ്പോൾ അത്രയും പ്രയത്നിച്ച് അത്രയും വലിയൊരു കരസ്ഥമാക്കിയ ഗോപിക്ക് എല്ലാവിധ ആശംസകളും ഇനിയും ഭാവി ജീവിതത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അടുത്തായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് അനീഷേനെ ക്ഷണിക്കുന്നു. ദാദീൻ കുടുംബത്തിന് ഗോപിക ശ്രീദേവ് ഡോക്ടറേറ്റ് നേടിയത് എല്ലാവിധ ആശംസകളും. അടുത്തതായി നമ്മുടെ ശ്രുതി ചേച്ചി. ഡോക്ടറേറ്റ് നേടിയ ഗോപികയ്ക്കും SSLC നല്ല രീതിയിൽ പാസ്സായ കണ്ണനും എല്ലാവിധ ആശംസകളും. ഇനിയും ഭാവിയിലും നല്ല രീതിയിൽ രണ്ടുപേരും നേട്ടങ്ങൾ കൈവരിക്കട്ടെ എന്ന് ആശംസകൾ. അടുത്തായിട്ട് ഡോക്ടറേറ്റ് നേടിയ ഗോപിക ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീദേവിന് എന്താണ് പറയാനുള്ളത്? 2017 ജനുവരി 22 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്ന തീയതി. അതിനുശേഷം MSc ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇത് എൻ്റെ അടുത്ത് ആദ്യമേ അവിടെ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു എനിക്ക് ഇതുകൂട്ട് കൂടുതൽ മുകളിലേക്ക് പഠിക്കണം, അത് ഈ ഡോക്ടറേറ്റ് വരെ എത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല. എന്നാൽ തന്നെ ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമൊന്നുമില്ല, പഠിച്ചാട്ടെ,
ഈ 2017 ആദ്യത്തെ ഒരു 1-2 വർഷം ചെറിയ രീതിയിലൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ തന്നെയും 2019 കോവിഡൊക്കെ വളരെ ദുർഘടമായ സമയത്ത് ആണ് PhDക്ക് ജോയിൻ ചെയ്യുന്നത്. PhDക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ പക്ഷെ ആദ്യം പാർട്ട് ടൈം ആയിട്ടായിരുന്നു PhD. അപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഇത് ഡ്രോപ്പ് ചെയ്താൽ എന്താണെന്ന് പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോഴും പിന്നീട് ഞങ്ങൾ വീണ്ടും തീരുമാനമെടുത്തു ഫുൾ ടൈം ആയിട്ട് PhD ചെയ്യുന്നതിനെ കുറിച്ച്. പിന്നെ അത് ഫുൾ ടൈം ആയിട്ട് PhD ചെയ്തു. ഏകദേശം ഒരു 5 വർഷത്തോളം എടുത്തു PhD കംപ്ലീറ്റ് ചെയ്യാൻ. എൻ്റെ ഓഫീസിലുള്ള പലരും പറഞ്ഞു എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത്, ഒരു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ പറ്റുന്നു. ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച പ്രശ്നമേ അല്ലായിരുന്നു അത് അവളുടെ കഴിവ് മാത്രമാണ്. കാരണം അവള് അത് അത്രമാത്രം എഫേർട്ട് എടുത്തു അതിനുവേണ്ടി. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കുഞ്ഞായി പിന്നെ അത് ബുദ്ധിമുട്ടായി. വീണ്ടും മുഴുവൻ കാര്യങ്ങളും വീണ്ടും അവതാളത്തിലായിരിക്കുന്ന സമയം ആണ് ഞങ്ങളുടെ പൊന്നുംകുളം എത്തുന്നത്. ഇന്ന് 2ാമത്തെ വയസ്സാണ്. അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തുടങ്ങി. എന്തായാലും ആ വലിയൊരു നേട്ടം കൈപ്പതിയിലെത്തി. അത് വലിയ കാര്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയും ഡോക്ടർ ഗോപിക എന്ന് ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുമായിരുന്നു. അത് പക്ഷേ ഈ കഴിഞ്ഞ മാസം അത് യാഥാർത്ഥ്യമായി. അതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണപ്പന്റെ SSLCയുടെ വിക്ടറിയാണ്. വളരെ മിടുക്കനാണ്, നമ്മൾ പറയുന്ന പോലൊന്നും അല്ല. അതിബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കണ്ണൻ ഒരു പട്ടാളക്കാരനോ പോലീസുകാരനോ ഉണ്ടാവണമെന്നാണ് കണ്ണൻ പറഞ്ഞത്. ആ നിലയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ആശംസ പറയുന്നത് നമ്മുടെ അഞ്ജു ചേച്ചി. ഗോപിക ചേച്ചിയെ പറ്റി പറയുമ്പോ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് ഡോക്ടറേറ്റ് കിട്ടിയ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ആളാണ്. ഞങ്ങൾക്കൊക്കെ അച്ഛൻ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷനും കൂടാണ് ഇനി ഡോക്ടറേറ്റ് എടുക്കാനും. ഇപ്പം ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. അതൊരു വലിയ അംഗീകാരമാണ്. അതായത് ആമയുണ്ടായതും ആമയെ വളർത്തിയ ആ ഒരു സമയത്ത് ഒരുമിച്ച് വന്നതും ഒരു എന്താ പറയാ ഒരു വലിയ കാര്യമാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. രണ്ടും ഒരുമിച്ച് മാനേജ് ചെയ്തു. ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് നിസ്സാരമല്ല, ഒരു അമ്മയാവുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഗോപിക ചേച്ചി ഇനി വരുന്ന അവസരങ്ങളെല്ലാം നല്ല അവസരങ്ങൾ കിട്ടട്ടെ, നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. ഹായ് ഗോപിക ചേച്ചി, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ ഒരു ഡോക്ടറേറ്റ് ഹോൾഡറാണ് ചേച്ചി. അപ്പോൾ അതിലെല്ലാവരും നമ്മൾ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നത് തന്നെ എത്രത്തോളം പാടാന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിട്ട് PhD പോലെ ഇത്രയും വലിയൊരു പരിപാടി കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. അപ്പം ചേച്ചിയുടെ തുടർന്നുള്ള ജീവിതത്തിലും ഇതുപോലെ നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എൻ്റെയും അമൃതേശിയേട്ടൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസിക്കുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി ദേവപ്രിയയെ കണ്ണനെയും ക്ഷണിക്കുന്നു. ഞാനും കണ്ണനും കൂടെ നമ്മുടെ ഗോപിക ചേച്ചിക്ക് ഗോപിക ചേച്ചി ഡോക്ടറേറ്റ് എടുത്തപ്പോഴാണ് ഡോക്ടറേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് അതിന്റെ വലിയ ഇതായിട്ട് അറിയത്തില്ലല്ലോ. അപ്പൊ ഉണ്ടല്ലോ ഗോപിക ചേച്ചി എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഡോക്ടറേറ്റ് എന്താണ്. നമ്മൾ അന്നേരമാണ് ഇതെല്ലാം കാണുന്നത് ആദ്യമായിട്ട്, എന്തൊക്കെയാ കഷ്ടപ്പാടെന്നൊക്കെ ഉള്ളത്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഡോക്ടറേറ്റ് ബിരുദം നേടിയെടുത്ത ഗോപിക ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ഗോപിക ചേച്ചിക്ക് ഡോക്ടറേറ്റ് അമ്മയ്ക്കെല്ലാ ആശംസകളും നേരുന്നു.
അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഈ PhD എന്ന് പറഞ്ഞ് നമുക്ക് വിചാരിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്ര എളുപ്പമല്ല. നമ്മളുടെ ഫാമിലിയുടെയും നമ്മുടെ ഹസ്ബൻഡിൻ്റെയും സപ്പോർട്ട് ശരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഈ കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുള്ളൂ. കാരണം വെച്ചാൽ PhD ഒക്കെ അതിൻ്റെ ഡ്രീമാണ്. പക്ഷെ അതിനപ്പുറം എനിക്കൊരു കുഞ്ഞുണ്ടായി. ഞാൻ കുറേ വർഷത്തിന് ശേഷം കിട്ടിയൊരു കുഞ്ഞാണ്. അവളുടെ ഒരു ചൈൽഡ്ഹുഡ് എനിക്ക് ആ ഒരു സമയം എനിക്ക് ഒരിക്കലും മിസ്സാവരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെയും കൊണ്ട് തന്നെ കോളേജിൽ പോയത്. അവളുടെ കൂടെയുള്ള ഓരോ മൊമെന്റും കളയരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സമയം ഫുള്ള് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തെങ്കിലും അവളെയും കൊണ്ട് തന്നെ കോളേജിൽ പോയത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു വാശിയായിരുന്നു. അവളുടെ ആ ഒരു ടൈം മിസ്സാവാതെ എനിക്ക്. പക്ഷെ എന്തോ സഹായിച്ച് അവള് അത്രയും സപ്പോർട്ടാണ് എനിക്ക്. അവളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും സത്യം പറഞ്ഞ ഒരു ടീച്ചറുടെ സമയത്ത് ഉണ്ടായിട്ടില്ല. അത് കാരണമാണ് എൻ്റെ അവള് ശേഷം കുറച്ച് ലാഗായിട്ടുണ്ട്. പക്ഷെ എന്നാലും അവളുടെ ആ ഒരു ജനനത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവിടെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചിലപ്പോൾ പഠിക്കണം എന്ന് ചിലപ്പോൾ വേറൊരു ഇപ്പം എൻ്റെ കസിൻ ഉണ്ട്. അവളുടെ വീട്ടിൽ അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ എനിക്ക് എന്തോ ദൈവം സഹായിച്ച് എൻ്റെ ഭഗവതിയുടെ സഹായം കൊണ്ട് ഇവിടെ ഇത്രയും സപ്പോർട്ടായിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്, ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ PhD കിട്ടിയത്. അപ്പോൾ അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പ്രൗഡായിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഫാമിലി കിട്ടിയതുകൊണ്ട്. അപ്പം അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു അനുമോദനമൊക്കെ കിട്ടുന്നതിന് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമായിട്ട്. അപ്പം അതിന് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. നന്ദി. യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായിട്ട് കൃതജ്ഞത പറയാനായിട്ട് വിഷ്ണു ചേട്ടനെ ക്ഷണിക്കും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് PhD നേടിയ ഗോപികയെ അഭിനന്ദിക്കുന്നു. ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ അതിന് പുറകിലുണ്ട്. സോ അതിന് ഗോപികയെ അഭിനന്ദിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ഈ യോഗം പിരിച്ചുവിട്ടതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചു പിരിയാം. Jump on board, let's take a ride through the city or countryside. Flavors melting in your mouth, oh man, living life the best we can.